ഓക്കെ, ഓർമ്മപ്പെടുത്തണം കേട്ടോ, റെക്കോർഡിംഗ് ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് മറന്നു പോകും. അപ്പോ മനസ്സ്, അതുപോലെ വികാരങ്ങൾ, നമ്മുടെ വികാരങ്ങളെ കുറിച്ച് നമുക്ക് കുറെ പഠിക്കാനുണ്ട്. എപ്പോഴും ദുഃഖം മാത്രം, പരാതിയേക്കാൾ എന്താ പറയാ, പരാതികൾ മാത്രം, മുഖം വീർപ്പിച്ച് നടക്കുക, സംസാരത്തിൽ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുക, മനസ്സിൽ പക സൂക്ഷിച്ച് നടക്കുക, ഇത്തരത്തിലുള്ള വികാരങ്ങൾ കൊണ്ടെടുക്കുന്ന ആളുകൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെടുന്നു പറയുന്നത്. പിന്നെ നമ്മുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്നതാണ് നമുക്ക് പറ്റിയ വീഴ്ചകൾ, പരാജയങ്ങൾ. അതായത് എപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചു പോയ പരാജയങ്ങളെ കുറിച്ച് ആവശ്യമില്ലാതെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. ലെറ്റ് ദ ബൈഗോൺസ് ബി ബൈഗോൺസ്, അല്ലെ? അങ്ങനെയല്ല പറയാ. കഴിഞ്ഞത് കഴിഞ്ഞത്, തിരിച്ചു വരാനൊന്നും പോകില്ല. ഒരു ഗ്ലാസ് പാൽ തട്ടിപ്പോയാൽ നാം പൊട്ടിക്കരഞ്ഞത് കൊണ്ട് പാലിന് വിഷമം തോന്നി തിരിച്ച് ഗ്ലാസ്സിലേക്ക് തിരിച്ചു കയറുന്നില്ല. അത് പോയത്. ലെറ്റ് ദ ബൈഗോൺസ് ബി ബൈഗോൺസ്. അല്ലെ? അടുത്ത സ്റ്റെപ്പ് എന്താവണമെന്ന് നമ്മുടെ തീരുമാനമാണ്. ചോയ്സ് ഈസ് അവേഴ്സ്. അതുപോലെ നമ്മുടെ ചില ശൈലികളുണ്ട്, ചില ലൈഫ് സ്റ്റൈൽസ് എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ഇപ്പം ചിലരുടെ ബിഹേവിയർ ഉണ്ട്. അതായത് എപ്പോഴും മുൻവിധിയോടെ സംസാരിക്കുക, എപ്പോഴും നാണം കുടുങ്ങി നടക്കുക, എപ്പോഴും വിഡ്രോവൽ കാണിക്കുക, എല്ലാത്തിനും പിന്മാറി പോവുക. ഇങ്ങനത്തെ ശൈലികളൊന്നും കൊണ്ടുവരും. ഇത്രയും കാര്യങ്ങൾ, തിരുത്തലുകൾ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് നല്ല ആത്മാഭിമാനം വളരും. അപ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ ക്ലയന്റിനും ആവശ്യത്തിനനുസരിച്ച് ആത്മാഭിമാനം വളർത്തി കൊടുക്കുക എന്നുള്ളത് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞു വേണം നാം അവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൗൺസിലിങ്ങിലെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, വാട്ട് ഈസ് കൗൺസിലിംഗ്? കൗൺസിലിംഗ് ഇൻവോൾവ്സ് ലിസണിംഗ്. Counseling is about supporting the client. Counseling is about supporting the client, empowering them to find their own solutions. അവരുടേതായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് വരെ അവരെ എംപവർ ചെയ്യുക, അവരെ വളർത്തിക്കൊണ്ടുപോകുക എന്ന തരത്തിൽ ഒരു സപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആസ് എ കൗൺസിലർ എന്നതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി. കൗൺസിലിംഗ് ഈസ് നോട്ട് അബൌട്ട് ഗിവിംഗ് അഡ്വൈസ്. അപ്പൊ എന്തൊക്കെയാണ് ഒരു കൗൺസിലിംഗില് ക്ലയന്റിന് കിട്ടുന്നത്? വാട്ട് ക്യാൻ കൗൺസിലിംഗ് പ്രൊവൈഡ്? വാട്ട് ക്യാൻ കൗൺസിലിംഗ് പ്രൊവൈഡ് ഫോർ ദ ക്ലയന്റ്? ഒരു ക്ലയന്റിന് എന്തൊക്കെ കിട്ടും? ഇത് നമ്പർ 1, വളരെ പ്രധാനപ്പെട്ട കാര്യം, എ സേഫ് സ്പേസ് ടു ബി ഹേർഡ്. അയാളെ കേൾക്കാനുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇടമാണ് ഒരു ക്ലയന്റ്, ഒരു കൗൺസിലർ. A safe place to be heard. അയാളെ കേൾക്കാനുള്ള ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇടമാണ് ഒരു ക്ലയന്റ്. The second one, a way to understand their own distress. A way to understand their own distress. അവരുടെ ദുഃഖം എന്താണോ, അവരുടെ വൈഷമ്യം എന്താണോ, അവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഏറ്റവും എന്താ പറയാ, ഏറ്റവും ബുദ്ധിമുട്ടേറിയത് എന്താണോ, അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എന്താവണം? എ സേഫ് പേഴ്സൺ ടു ബി ലിസൺ. കേൾക്കാനുള്ള ഒരു നല്ല മനുഷ്യനാകണം. അതുപോലെ അവർപ്പോൾ അനുഭവിക്കുന്ന വേദനയെ തിരിച്ചറിയാൻ പ്രാപ്തനാക്കുന്ന ഒരാളായി മാറണം. അപ്പൊ ചെറിയ പരിപാടിയാണ് കൗൺസിലിംഗ്, ആണോ? അപ്പൊ ഈ കോഴ്സിൽ ചേരുന്ന ചില ആളുകൾ തുടക്കത്തിൽ എന്നോട് ചോദിക്കാം, സാറേ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇപ്പൊ 2 ക്ലാസ് കഴിഞ്ഞപ്പോ ഇപ്പോ നമ്മുടെ സെമീറയുടെ വീടിന്റെ മുറ്റത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, ചെറുതായൊക്കെ കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്നു. ചെറുതായൊക്കെ കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്നു. ചെറുതായി ചെയ്യേണ്ട ഒന്നല്ല കൗൺസിലിംഗ്. തമാശ പറയട്ടോ, ഞാൻ സെമീർ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. The third one,
വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. someone who will someone who will listen without blaming or judging. അയാളെ കുറ്റപ്പെടുത്താതെയോ മുൻവിധിയോടെ ഇല്ലാതെയോ അയാളെ കേൾക്കുന്ന ഒരാളാണ് കൗൺസിലർ. ഹായ്, ചാന്ന് പറയുമ്പോഴും ചക്കയല്ലേ എന്ന് പറയുന്നു ഇല്ലേ? ഇപ്പൊ പെൺകുട്ടികൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഏറ്റവും വലിയ ബ്ലെയിമിങ് എന്ന് പറയണമെന്ന് പറയും. പെൺകുട്ടികൾ പറയണത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ വസ്ത്രം ധരിച്ചോട്ടെ. ഇത് കേൾക്കുന്ന ആൺ സമൂഹം ഒറ്റയടിക്ക് പറയും, ഓ അവൾക്ക് ഇപ്പൊ ഒരുങ്ങിട്ട് നടക്കാനാണ്. അവൾ അങ്ങനെ ഉദ്ദേശിച്ചേ ഇല്ല. മനസ്സിലാവുണ്ടോ? പക്ഷെ അപ്പോഴേക്കും മുൻവിധിയോട് കൂടി ഇടും, അവൾക്ക് അഴിഞ്ഞാടി നടക്കാനാ. ഇനി അടുത്ത വരുന്നത് വളരെ പ്രധാനപ്പെട്ട റെസ്പെക്ട്. അവർക്ക് ലഭിക്കേണ്ട റെസ്പെക്ട് നൽകുന്ന ഒരാളാണ് കൗൺസിലർ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടയിൽ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സർ, ഈ 1 ഉം 2 ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു. ഒന്നുകൂടി പറയാണ്. A safe space to be heard. അവരെ കേൾക്കാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരിടമാണ് കൗൺസിലിംഗ്. അവർക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാൻ, അവർക്ക് ആരെയും ഭയക്കാതെ ധൈര്യത്തോടെ, ആത്മധൈര്യത്തോടെ മനസ്സ് തുറക്കാനുള്ള ഒരിടമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എ വേ ടു അണ്ടർസ്റ്റാൻഡ് ദയർ ഓൺ ഡിസ്ട്രസ്. അവരിപ്പോൾ അനുഭവിക്കുന്ന ആ വ്യാകുലത, ആ ബുദ്ധിമുട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് കൗൺസിലിംഗ് എന്നുള്ളത്. പറയും എല്ലാം പറയും. തേർഡ് വൺ, someone, ഒരാൾ, who will listen without blaming or judging. അവരെ വിധിക്കാതെ, അവർക്ക് എന്താ പറയാ, കുറ്റപ്പെടുത്താതെ കേൾക്കുന്ന ഒരാളുണ്ടാകുന്ന ഇടമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഒരു കൗൺസിലർ ക്ലയന്റിനെ വിധിക്കുന്നവനോ കുറ്റപ്പെടുത്തുന്നവന് ആകാൻ പാടില്ല എന്ന മെസ്സേജ് നാം പഠിച്ചെടുക്കുന്നു. അടുത്ത റെസ്പെക്ട്. അവർക്ക് റെസ്പെക്ട് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം കൗൺസിലിംഗ്. ഈ പലപ്പോഴും ഈ പെൺകുട്ടികളായാലും ക്ലയൻസുകളായാലും നമ്മുടെ മുമ്പിൽ വരുന്ന കുടുംബിനികളൊക്കെ ധാരാളം അനുഭവിക്കുന്ന, അവരെ അർഹിക്കുന്ന റെസ്പെക്ട് അവർക്ക് കിട്ടാത്തതാണ്. ഉച്ചത്തോടെ അവരെ നിരാകരിച്ച, അവരെ അവഗണിച്ച ഇടത്തു നിന്ന് അവർക്ക് ആവശ്യമായ റെസ്പെക്ട് തേടിയിട്ട് വരുന്നത്. അപ്പൊ നമ്മളും പിന്നെ നിനക്കൊക്കെ ഇത്ര തന്നെ കിട്ടുള്ളൂ, ഈ ഇത്രയേ അർഹിക്കുന്നുള്ളൂ. എന്തായിരിക്കും ആ കുട്ടിയുടെ അവസ്ഥ? അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും അവരുടെ അവസ്ഥ? തേർഡ് വൺ, സോറി, നെക്സ്റ്റ് ഫിഫ്ത് വൺ അല്ലെ? 4 പറഞ്ഞില്ലേ? വാലിഡേഷൻ ഓഫ് ഫീലിങ്സ്. അവരുടെ ഫീലിങ്സിനെ നിർണയിക്കാൻ പറ്റണം. ഞാൻ ഏത് ഫീലിങ്സിലൂടെയാണോ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർ നിർണയിക്കുന്ന ഒരിടമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതിനെ കൃത്യമായി നിർണയിക്കുന്ന ഒരിടം. എന്താണോ എന്റെ ഫീലിങ്സ് ഇപ്പോ. ഇനി അടുത്ത സംഭവം, an opportunity to explore practical options with them. ഇത്രയും ഇപ്പോ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, നടത്താൻ പറ്റുന്ന, പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസിനെ കണ്ടെത്താനുള്ള ഒരിടമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എന്റെ പ്രശ്നത്തിന് ഇന്ന സൊല്യൂഷൻസ് ആണുള്ളത്, അത് എത്തരത്തിലാണ് എനിക്ക് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത്. റിപ്പീറ്റ് ചെയ്യാമോ? വളരെ സിമ്പിൾ. an opportunity to explore practical options with them. അവരുടെ കയ്യിലുള്ള, അവരിൽ അടങ്ങിയിരിക്കുന്ന, അവനവനിലുള്ള പ്രാക്ടിക്കൽ ഓപ്ഷൻസിനെ കണ്ടെത്താനുള്ള ഒരു ഇടമാണ് കൗൺസിലിംഗ്. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തെല്ലാം പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഉണ്ട്, ആ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് എന്റെ മുൻപിലുള്ളത് എന്ന്
കൗൺസിലറുടെ സപ്പോർട്ടോട് കൂടി ഞാൻ സ്വയം മനസ്സിലാക്കണം. അപ്പോഴാണ് ഞാൻ എന്റെ കൗൺസിലിംഗ് എനിക്ക് ഉപകാരപ്പെടുന്നത്. എനിക്ക് ഈ ഗ്രൂപ്പിൽ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്റെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ളതിൽ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ബുസ്താനയാണ്. ഞങ്ങൾ നല്ല കൂട്ടുകാരാണ്. പക്ഷെ ഞങ്ങൾ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ ബുസ്താന? അടുത്ത് തന്നെ കാണും. എല്ലാവരെയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ മലമ്പുഴ കാണാൻ വിളിച്ചിരുന്നു. അത് പറയാം. അത് പറഞ്ഞിട്ട് പാവ റംലി ടീച്ചർക്ക് ഇത്ര വയസ്സുണ്ടെന്നൊക്കെ പറയണമെന്നിവിടെ. ബുസ്താൻ എല്ലാവരും ഞാൻ സ്നേഹത്തോടെ മലമ്പുഴ ഡാം കാണാൻ വിളിക്കാനും വരുമ്പോ എല്ലാവരും നേരത്തെ വരെ ബുസ്താനയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയി മലമ്പുഴ ഡാം കാണാം. മലമ്പുഴയാണോ? അതെ നാളെ തന്നെ പോകണല്ലേ? എന്റെ വീട് ആണ്ടിമടം, അതിന്റെ അടുത്താണ്. പരിചയക്കാര് വരുന്നുണ്ട്. കമ്പൈൻ സ്റ്റഡിക്കൊക്കെ ആളായി തുടങ്ങി. ഓക്കെ അപ്പൊ അടുത്ത പറയണേ, an opportunity to look for solution to her problems. നേരത്തെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തി. ഇനിയിപ്പോ എന്താ കണ്ടെത്തുന്നത്? എന്റെ പ്രശ്നത്തിനുള്ള ശരിയായ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തിക്കണം. അടുത്ത പരിപാടി. ആദ്യം ഒരുപാട് ഓപ്ഷൻസ് വരും, അതിലേതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് കണ്ടെത്താനുള്ള ഒരു അവസരം കൂടിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കിട്ടുന്ന ഒരിടമാണ് കൗൺസിലിംഗ്. An opportunity to look for solution to their problems. അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ഒരവസരം കൂടിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, അവർക്ക് അർഹിക്കുന്ന സപ്പോർട്ട് കിട്ടുന്ന ഒരിടമാണ് കൗൺസിലിംഗ്. ഇത്രയും കിട്ടിയാൽ ഒരു ക്ലയന്റ് ഹാപ്പി ആകുമല്ലേ? ഒന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോട്ടായിട്ട് തരാം. പിന്നെ നമ്മുടെ റെക്കോർഡ് കിട്ടും. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞു ബെസ്റ്റ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് കൂടി കഴിഞ്ഞാൽ നാളെ 2 ക്ലാസ് അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അത് കേൾക്കുക. ഒന്നുകൂടി പറയുന്നു, എ സേഫ് സ്പേസ് ടു ബി ഹേർഡ്, എ വേ ടു അണ്ടർസ്റ്റാൻഡ് their own distress, someone who will listen without blaming or judging, respect, validation of feelings, an opportunity to explore practical options with them, an opportunity to look for solutions to their problems. അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ്. ലാസ്റ്റ് വൺ, സപ്പോർട്ട്. അപ്പോ കേൾക്കുക, മനസ്സിലാക്കുക, ലിസണിങ് നടത്തുക, വാലിഡേഷൻ ഫീലിങ്സ് കിട്ടുക, റെസ്പെക്ട് കിട്ടുക, ഓപ്ഷൻസുകൾ ഏതെന്ന് കണ്ടെത്തുക, അതിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ തെരഞ്ഞെടുക്കുക, അതിനാവശ്യമായ സപ്പോർട്ടുകൾ നൽകുക. റാഫി സാറെ പറയൂ. ന്യൂസ് പേപ്പർ വീട്ടിലുണ്ടാവും. എനിക്ക് അതിനെ കുറിച്ച് ദിവസവും പത്രം വരുന്നുണ്ട്, അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് മേറൂഫിനോട് തന്നെ സംസാരിക്കും. ശരി, താങ്ക് യു. ധാരാളം പത്രങ്ങൾ കിട്ടുന്ന സ്ഥലത്തേക്ക് ഈ കച്ചവടം നടത്തുന്ന ഒരു സ്നേഹത്തോടെ വിളിച്ചു കൊടുക്കുന്നു. അവർക്ക് വെറുതെ കിട്ടുന്ന കുറെ പത്രങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞാല് എന്താ പറയാ, കൗൺസിലിംഗില് എന്തായി? ഇനി കൗൺസിലിംഗില് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ജസ്റ്റ് കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത്, നിങ്ങൾ ഏറ്റവും ദുഃഖിതനായിരിക്കുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കാൻ വന്ന ഒരാളെ കുറിച്ച് ഓർത്തു പറയാൻ പറ്റും? പറയണ്ട, ആരോട് പറയണ്ട, വെറുതെ മനസ്സിൽ ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. വെറുതെ ഇപ്പൊ നമ്മളിങ്ങനെയൊക്കെ ഗ്രൂപ്പിൽ വെറുതെ ചോദിച്ചു കഴിഞ്ഞാല് റിസാനോടൊക്കെ ചോദിച്ചാൽ വെറുതെ ഇക്കട വരും ഷംസുഖയാണ് എന്നൊക്കെ പറയും. സത്യത്തിൽ ഷംസുഖ അങ്ങനത്തെ ഒരാളെ ആവണമെന്നില്ല. ഷംസുഖ ഇത് കേൾക്കണേ.
അപ്പോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അല്ലെ, സെമീറയുടെ കെട്ടിയവൻ ഇവിടെ അല്ലേ, നമ്മുടെ സെലീം സേട്ട് അല്ലെ. സെലീം സേട്ട് വെറുതെ പറയും സെമീറ എന്ന് പറയും, കാരണം വീട്ടിൽ പോയ ചോറ് കൊടുക്കൂല അല്ലെങ്കിൽ. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ വളരെ ദുഃഖിതനായ ഒരു ആവശ്യമായ സമയത്ത് നാം അറിയാതെ അൺകണ്ടീഷണൽ ലവുമായി നമ്മെ തേടി വന്ന ഒരാളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുറെ ചില അനുഭവങ്ങളിലൊക്കെ നമുക്ക് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില സപ്പോർട്ടുകൾ കിട്ടാറുണ്ട് അല്ലേ. അപ്പോ ഈ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്ന ആളുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്താണെന്ന് അറിയാം, ഞാൻ പറയട്ടെ നിങ്ങൾക്ക്, കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളതാണ്. കോൺഫിഡൻഷ്യാലിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ കൗൺസിലർ ആവാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ഇനി കൗൺസിലിംഗ് റിലേഷൻഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. വിശ്വാസത്തിനെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഒരു റിലേഷൻഷിപ്പാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അത് എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെ തന്നെയാണ്, മുഴുവൻ റിലേഷൻഷിപ്പും അങ്ങനെ തന്നെയാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഏച്ചു കെട്ടിയാൽ നുഴച്ചിരിക്കുന്ന പോലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാട്ട് ഈസ് ടോൾഡ് ടു ദം or what is told to the helper must not be passed on to other people. എന്താണോ നമ്മോട് പറയുന്നത് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ നമ്മൾ ആ പണി നമ്മൾ നാരദപ്പണി എടുക്കണം. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് കൗൺസിലിംഗിൽ. എടീ നീ അറിഞ്ഞില്ലേ നമ്മുടെ മറ്റൊന്നല്ലേ. ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഒരാളെ കണ്ടു, അയാളിനോട് 2-3 ആളുകളെ കുറിച്ച് കുറ്റം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ടു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരുടെയും കൂട്ടുകാരനാണ് അയാൾ. 2-3 ആളുകളെ കുറിച്ച് എന്നോട് വെറുതെ ആവശ്യമായിട്ട് കുറ്റങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഇനി മുതൽ നമ്മുടെ ബുസ്താനെ കാണുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ അയാളുടെ പേര് ബുസ്താൻ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, പേര് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ബുസ്താനെ കാണുമ്പോ സൂക്ഷിക്കണം കേട്ടോ. കാരണം ഇന്നെന്നോട് മൂന്നാളെ കുറിച്ച് കുറ്റം പറഞ്ഞു. ഇന്നെന്നോട് 3 പേരെ കുറിച്ച് കുറ്റം പറഞ്ഞു. അപ്പോ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറിച്ച് പറയാനും ഒരു ദയയുമാണ് കാണിക്കില്ല എന്നത്. പണ്ട് നമ്മുടെ ബുസ്താനെ രാജിയും കൂടി കാശിക്ക് പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നടന്നാണ് പോയത്. നടന്നു പോകുമ്പോ ഇവരിങ്ങനെ സംസാരിച്ച് പോയി. അവിടെ എത്തി, അവിടെ തിരിച്ചു നടന്നു വന്നു, സംസാരിച്ചെത്തി. നാജിയുടെ വീടിന്റെ അവിടെ നിന്ന് തിരിയാണ്. അപ്പൊ ബുസ്താനെ പറയണു, ബാക്കിയുള്ളത് നമുക്ക് നാളെ പറയാണ്. പറഞ്ഞാൽ തീരില്ല മനുഷ്യനെ. അപ്പോ ഇൻ കൗൺസിലിംഗ് മറ്റൊരാൾ പറഞ്ഞ സാധനം ഒരാൾക്ക് കൊടുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, we need to understand how important it is to keep the information confidential. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ അതിനെ കോൺഫിഡന്റ് ആയിട്ട്, അതിനെ കോൺഫിഡൻഷ്യാലിറ്റിയോട് കൂടി സൂക്ഷിക്കുക എന്നുള്ളത് അത്രമാത്രം പ്രാധാന്യമുള്ളതെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലോട്ട് വെക്കണം. അവിടെയാണ് നമ്മൾ കൗൺസിലിംഗ് സക്സസ്ഫുൾ ആവുക. എൻ്റെ അടുത്ത് കുറെ ക്ലയൻസ് വരാറുണ്ട് കേട്ടോ, കുറെ ക്ലയൻസ് വരാറുണ്ട്. ഇപ്പൊ 2-3-4 ദിവസമായിട്ട് ഞാൻ ഓഫീസിൽ ഇരിക്കണില്ല എന്ന് മാത്രം. ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ എങ്ങനെ കളിച്ചാലും ഒരു 3 പേരെങ്കിലും വരും. ഞാൻ സമ്മതിച്ച 3 പേരെങ്കിലും വരും. അപ്പോ അവിടെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, മറ്റാർക്കും നിങ്ങളെ കുറിച്ച് മറ്റാർക്കും അറിയാത്തൊരു രഹസ്യം നിങ്ങൾ ഒരാളോട് പറയുന്നു എന്ന് കരുതുക. അപ്പോ ഇപ്പൊ എന്റെ നല്ല ഫ്രണ്ട് ആയിട്ടുള്ള നേഹയോട് പോയിട്ട് ഞാൻ എന്നെ കുറിച്ചുള്ള ആർക്കും അറിയാത്തൊരു രഹസ്യം ഞാൻ പറയുന്നു. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ
സുനിത ബഷീർ എന്നെ കണ്ടപ്പോ നേഹയോട് ഞാൻ പറഞ്ഞ കാര്യം സുനിത ബഷീർ എന്നോട് ചോദിക്കുന്നു, എന്തായി നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹാരമായോ? ഇപ്പൊ എനിക്ക് നേഹയോട് എന്താ ഫീലിംഗ് തോന്നുന്നു? ബിട്രയൽ, anger, hurt, feeling hurt, 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 feeling shut down, എന്തായിരിക്കും തോന്നുന്നത്? പറ, എന്തായിരിക്കും തോന്നുക? ഭയങ്കര സ്നേഹം തോന്നില്ലേ? അന്ന് മുതല് നെഹയുടെ ഭയങ്കര സ്നേഹം തോന്നുന്നു. അന്ന് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ആളെ പിടിച്ച് പുറത്താക്കും. അതുപോലെയാണ് ഒരു ക്ലയന്റ് എന്നുള്ളത്, ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ആസ് എ കൗൺസിലർ യു ആർ ഇൻ എ പ്രിവിലേജ്ഡ് പൊസിഷൻ. യു ആർ ഇൻ എ പ്രിവിലേജ്ഡ് പൊസിഷൻ ടു ബി ട്രസ്റ്റ് വിത്ത് അതർ പീപ്പിൾസ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ്. മറ്റുള്ളവരുടെ വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രാധാന്യമുള്ള രഹസ്യങ്ങളായ വിവരങ്ങളെ സൂക്ഷിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരാളായ ഒരു പ്രിവിലേജ്ഡ് പൊസിഷനാണ് കൗൺസിലർ എന്നത്. അതൊരു കാരണവശാലും മറക്കരുത്. അത് മറന്നിട്ടുള്ള ഒരു കളിക്കും നിങ്ങൾ കൗൺസിലിങ്ങിന് ഇറങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അത് മറന്നു കഴിഞ്ഞാൽ കൗൺസിലിംഗ് പൊളിഞ്ഞ് പാളിസാവും. ഹലോ, ആ പറയൂ. ഞാൻ ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞു. അത് വൈകിട്ട് ഞാൻ വന്നിട്ട് ഞാൻ വരട്ടെ. ഞാൻ ഈ ക്ലാസ് ഓക്കെ, ഇത്രയൊക്കെ മനസ്സിലായോ? ഇത്രയൊക്കെ മനസ്സിലായെങ്കിൽ നമുക്ക് നമ്മ അടക്കാനുള്ള സമയമായിരുന്നു. നമുക്ക് കൗൺസിലിംഗിൽ തന്നെ കൗൺസിലിംഗിൽ വളരെ പ്രധാനപ്പെട്ട കുറെ പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എല്ലാത്തിന്റെയും നോട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞു വരില്ല. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് തരും. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റു കുറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യണം? ആവശ്യത്തിന് നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഓഫ് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗിന്റെ ചില പ്രിൻസിപ്പിൾസ്, നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില പ്രിൻസിപ്പിൾസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോൺഫിഡൻഷ്യാലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. ഉള്ളിന്റെ ഉള്ളറകളിലെ കൊച്ചു കൊച്ചു രഹസ്യങ്ങൾ, മൗന നമ്പരങ്ങൾ മറ്റുള്ളവരോട് വന്ന് നമ്മോട് പങ്കിടുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പണിയല്ല നമുക്ക്. അല്ലെ, നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം, ലോകത്തുള്ള എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കാനും ജീവിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അപ്പോ ആ അവകാശങ്ങളുടെ ഭാഗമായിട്ടാണ് അത് നമ്മോട് വന്ന് ഇതെല്ലാം പങ്കുവെക്കുന്നത്. അത് നമ്മ നാട് നീളെ കൊട്ടിഘോഷിച്ച് നടക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൗൺസിലിംഗിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലിസണിങ്. പ്രിൻസിപ്പിൾ ഓഫ് ലിസണിങ്. ലിസണിങ് എന്ന് പറയില്ലേ, ലിസണിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലിസണിങ് സ്കിൽസ്. A good listener is not only a popular everywhere, but after a while he knows something. അല്ലെ, അയാൾ വെറുതെ ഒരു പോപ്പുലർ ആകുക മാത്രമല്ല, എത്ര തന്നെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുൻപിലുള്ള ആളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ, ഒരു അറിവ് എല്ലാം കിട്ടുന്ന ഒരാളായി മാറുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്.
വെറുതെ കേട്ടാൽ പോരാ, ആക്റ്റീവ് ലിസണിങ് ഉണ്ടായിരിക്കണം. വി ഹാവ് ടു ഇൻവോൾവ് ഇൻ ദ ലിസണിങ് ആക്ടിവിറ്റീസ്. നമ്മൾ ആ ലിസണിങ്ങിൽ ഉണ്ടായിരിക്കണം. സലീം സേട്ട് വന്ന് സെമീറയോട് എന്തോ പറയുകയാണ്. സെമീറ അപ്പൊ മൊബൈലിൽ നോക്കി കുത്തിക്കുറിച്ചിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ അവിടെ? അധിക വീടിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഭാര്യ സംസാരിക്കുമ്പോൾ ഭർത്താവ് മൊബൈലിലാണ്. അല്ലെ? അങ്ങനെയല്ലേ? ഭർത്താവ് സംസാരിക്കുമ്പോൾ തിരിച്ചു ഭാര്യമാര് മാത്രം നല്ലവരായിട്ട് അങ്ങനെ നടക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ല. ഈ കൗൺസിലിംഗ് പറയുമ്പോഴേ ഞാന് എന്റെ ഭാര്യ പറയും, നിങ്ങൾ ഈ ബാച്ചിനോടെങ്കിലും അത് പറയാതിരിക്കണം. എന്റെ ഭാര്യ കൗൺസിലിംഗ് ഒക്കെ പഠിച്ച് MSc സൈക്കോളജി ഒക്കെ പഠിച്ചതാണ്. ഭാര്യ ഇങ്ങനെ കൗൺസിലിംഗ് അധികം നടത്താറില്ല. ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുന്നത് രാത്രി 10-10:30 മണിക്ക്, സാർ എന്തായാലും ഞങ്ങളെ വീട്ടിൽ വരണം. അത്രയും വിഷമകരമായ ഒരു സമയത്ത് ആ കുട്ടിയുടെ ഉപ്പ ഭയങ്കര കരയാണ് എന്നോട് വിളിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഈ സമയത്ത് എങ്ങനെയാണ്, ഞാനങ്ങനെ പ്രത്യേകിച്ച് രാത്രി സമയത്ത് പോകും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ രാത്രി പുറത്തു പോകും, പേടിയാണ് അല്ലെ? എന്തിനാണ് വിളിക്കുന്നത്? സ്നേഹത്തിൽ വിളിച്ചുകൊണ്ട് കൊല്ലാനൊക്കെ ആണെങ്കിലും. അപ്പൊ എന്താണെന്നറിയില്ല, ചിലപ്പോ അവരെ വീട്ടിൽ കയറി വന്നിട്ട് വീഡിയോ എടുത്തിട്ട് അവരെന്നെ പ്രചരിപ്പിക്കും. അപ്പൊ എനിവേ ഞാൻ പറഞ്ഞു, അവസാനം പറഞ്ഞു എന്താ കാര്യം എന്ന് വെച്ചാൽ, എന്റെ മകള് ഇറങ്ങി പോകാൻ നിൽക്കുകയുള്ളൂ. അപ്പൊ ഞങ്ങളിത് പിടിച്ചു വെച്ചിരിക്കുന്ന അവള് ഏതോ ഒരു തിരയിട്ടു, ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു മാടിയെ കൂടെ പോകാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ കഴിയാം, ഞാൻ എന്റെ ഭാര്യയെ കൂട്ടി വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു, അവള് കൗൺസിലിംഗിന് പോകണം, നീയാണോ പെൺകുട്ടിയെ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ പോയി. അവർ ഞങ്ങൾ സ്നേഹത്തോടെ വിളിച്ചിരുത്തി. അപ്പൊ പെൺകുട്ടി ഒരു റൂമിനകത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വേണ്ട, അവള് സംസാരിച്ചോളൂ, അവള് കുഴപ്പമില്ല, അവള് സംസാരിച്ചോളൂ. അങ്ങനെ റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോയി ഒരു 10, 20, 25, 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഉറപ്പിച്ച് കൗൺസിലിംഗ് സക്സസ്ഫുൾ. പെട്ടെന്ന് ഒരു 1/2-3 മണിക്കൂർ സമയത്ത് പെട്ടെന്ന് ആ റൂമിനകത്ത് ഒരു അലർച്ച കേൾക്കുകയാണ്. അലറി കരയുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതിനെ തുടർന്നുള്ള ചട്ടപ്പട്ടേ എന്നുള്ള അടിക്കണ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞങ്ങള് വാതിൽ തുറക്ക് ഞങ്ങൾ എല്ലാവരും കൂടി, കുട്ടിയുടെ പേരൻസും ഞാനും ഒക്കെ വരും, വാതിൽ തുറക്ക് എന്താ നടന്നെന്ന് അറിയാനുള്ള ആദ്യം ഡൗട്ടായി. അങ്ങനെ ഞങ്ങള് ഒരു വിധത്തിൽ വാതിൽ തുറന്ന് നോക്കുമ്പോ എന്റെ ഭാര്യ ആക്കി കയ്യൊക്കെ കൊടഞ്ഞിട്ട് വരുന്നുണ്ട്. നോക്കുമ്പോ എന്താ, ഈ പെൺകുട്ടി എന്റെ ഭാര്യയുടെ കൈ പിടിച്ച് കടിച്ച് അവിടെ കടിച്ച് കഷ്ണെടുത്ത് വെച്ചിരിക്കുകയാണ്. ആ കടി വിടാതായപ്പോൾ അലർച്ചയും അതിനെ തുടർന്ന് കടി വിടാൻ കൊടുത്ത അടിയുടെ ശബ്ദമാണ് പുറത്തേക്ക് കേട്ടത്. അതിനാൽ എന്റെ പെണ്ണ് കൗൺസിലിംഗ് നിർത്തി. അപ്പോ കൗൺസിലിംഗിന് പോകുമ്പോ ചില മുൻകരുതലുകൾക്ക് ആവശ്യമില്ല. അവൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്തൊരു പെൺകുട്ടിയെ പറഞ്ഞു തിരുത്താൻ നോക്കി ബോധ്യപ്പെടുത്താൻ നോക്കി, മനസ്സിലാവില്ല. അവസാനം നീ ആരടി എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്ന് ചോദിച്ച് കയ്യാ പിടിച്ച കയ്യാ കൊടുത്തു. ഒരിക്കൽ എ മാൻ വിത്ത് സ്കിസോഫ്രീനിയ ഹി വിസിറ്റഡ് മൈ സെന്റർ. അപ്പൊ എനിക്ക് മനസ്സിലായി സ്കിസോഫ്രീനിയ ഉള്ള ആളാണെന്നുള്ള എനിക്ക് ഭാവത്തിലൊക്കെ മനസ്സിലായി. അയാളിങ്ങനെ നോക്കി കുറെയൊക്കെ സംസാരിച്ചു. കുറെ കഴിഞ്ഞിട്ട് ആൾക്ക് എന്നെ അടിക്കണം. അയാൾ ശബ്ദം ഉയരാൻ തുടങ്ങി, അയാൾ വയലന്റ് ആവാൻ തുടങ്ങി. അവിടെയാണ് ഞാൻ കൗൺസിലിംഗിൽ പഠിച്ച പൊട്ടൻസി എന്നൊരു സ്കില്ലുണ്ട്. പൊട്ടൻസി, POTENC. നമുക്ക് പഠിക്കാം, വെറുതെ കേട്ടാൽ മതി. അതിന്റെ സ്കിൽസുകൾ പഠിക്കുമ്പോൾ പഠിക്കാം. പൊട്ടൻസി എന്ന് പറയുമ്പോൾ പൊട്ടം കളിക്കാന്നല്ല കേട്ടോ, മനസ്സിലാവും. അതാ അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിലുണ്ടെന്നൊക്കെ ചിലര് അമീനൊക്കെ പറയും, ഡോക്ടർ അമീൻ, അതൊക്കെ നമ്മുടെ കയ്യിൽ ധാരാളം ഉള്ളതാണ്. പൊട്ടൻസി അല്ലേ? അതല്ല. പൊട്ടൻസി എന്ന് പറയുമ്പോ എന്താ പറയാ, ചില സമയത്ത് പെട്ടെന്ന് ചില തീരുമാനം എടുക്കാനുള്ള കഴിവ് നമുക്ക് വേണം. മനസ്സിലാവുക? അതായത് അപ്പൊ കൗൺസിലിംഗിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു കെൽപ്പ് നമുക്ക് വേണം. ചിലപ്പോൾ കൗൺസിലിംഗിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഫാമിലി കൗൺസിലിംഗിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് നമ്മുടെ മുന്നിലൊക്കെ അടിവരും. അപ്പൊ അതിനെ നേരിടാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കും. ഇതേ അടിക്കുന്നത് കൊണ്ട് നമ്മൾ ഇറങ്ങി ഓടരുത്. മനസ്സിലാണല്ലോ? പണ്ട് എന്റെ നാട്ടിൽ ഒരു ഇക്കയുണ്ട്. അപ്പൊ അദ്ദേഹം 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. 2 കല്യാണം കഴിച്ച ഭാര്യമാരും ഒരു വീട്ടിൽ തന്നെയാണ് താമസം. അപ്പൊ ഒന്ന് ഇയാളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത്
മറ്റൊന്ന് തെക്ക് ഭാഗത്ത് നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാള് വീട്ടിൽ ഇങ്ങനെ 2 ഭാര്യമാര് തമ്മിൽ പൊരിഞ്ഞ വഴക്കും കാണാൻ തുടങ്ങുമ്പോൾ ഇയാള് പുറത്തിറങ്ങി നിൽക്കും. അപ്പൊ നാട്ടുകാരേക്കും എന്താണ് പേര് പറയാൻ പറ്റാൻ ബുദ്ധിമുട്ടുള്ള പേര് ഞാൻ വേറെ ഒരു പേര് പറയാം കേട്ടോ, എന്താണ് സലീംക്ക അവിടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ പറയും അതൊന്നും നോക്കണ്ട, അവിടെ തെക്കേ കോടതി വടക്കേ കോടതി നമ്മൾ യുദ്ധം ആരംഭിച്ചത്. അങ്ങനെ ഒരു ദിവസം പൊറുതി മുട്ടിയ സലീംക്ക എന്ത് ചെയ്തു, മതി ഞാൻ മരിക്കാൻ പോകുന്നു, നിങ്ങളെ കൊണ്ട് എനിക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. രാത്രി സമയത്ത് ടോർച്ച് എടുത്തിട്ട് കടലിൽ ചാടാൻ വേണ്ടി പോകും. ഞങ്ങളുടെ ഭാഗത്തൊക്കെ കടലിന്റെ ഒരു പ്രത്യേകതയുണ്ട്, കടലിൽ സീവാൾ കടൽ ഭിത്തി കെട്ടിയിട്ടുള്ള കല്ല് വെച്ച് കെട്ടിയിട്ടുള്ള ഭിത്തികളുണ്ട്. അപ്പൊ കടലിലേക്ക് ചാടണമെങ്കിൽ കല്ലുമുക്കിട്ട് പിടിച്ച് കഷ്ടപ്പെട്ട് കയറണം. അപ്പൊ രാത്രി ആയതുകൊണ്ട് കഷ്ടപ്പെട്ട് കയറുമ്പോ അവിടെ ഇവിടെ തളഞ്ഞു വീഴണ്ടെന്ന് വെച്ചിട്ട് സലീംക്ക് ടോർച്ച് കൊടുത്തിട്ടാ പോയത്. അപ്പൊ 2 ഭാര്യമാരും സലീംക്കാടെ പിന്നിൽ കൂടി ചാടല്ലേക്കാ എന്തൊക്കാ സലീംക്ക ഇല്ല, മടുത്ത്, ജീവിതം മടുത്ത്, ഞാനിന്ന് ഒന്നിനുമില്ല, അങ്ങനെ ഇങ്ങനെ ഭയങ്കര വാശിയിൽ തന്നെ പോയി. അപ്പൊ ചാടല്ലേക്ക പ്ലീസ്, എന്തൊക്കാ ഞങ്ങളിനി ഒന്നും ചെയ്യുന്നേക്കാ, ഇല്ല മതി, നിങ്ങൾ ഒരുപാട് കാലങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സലീംക്ക് എന്ത് ചെയ്തു, കടലിൽ ഭിത്തിയിൽ കയറി അങ്ങനെ നിൽക്കും, ടോർച്ച് പിടിച്ച് നിൽക്കുന്നു. അപ്പൊ ഇവിടുത്തെ വൈകി തെക്കേ കോളനിത്തെ പെണ്ണ് പറയുന്നു, എന്നാ ഇക്കാ ടോർച്ച് ഞങ്ങൾക്ക് തിരിച്ചു കാട്ടിക്കാ, ഞങ്ങൾക്ക് പോകാൻ പേടിയോ. അതിനാലെ സലീമിന്റെ കടലിൽ ചടലിൽ നിർത്തി, മനസ്സിലായ, എന്നാ ടോർച്ച് ഇങ്ങോട്ട് തിരിച്ചു കാട്ടിക്കാ, ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പേടിയോ. അതുവരെ സലീംക്ക് എന്താ കരുതിയത്, സലീംഖാനോടുള്ള സ്നേഹം കൊണ്ട് കൂടിയതാണ്. അപ്പോ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൗൺസിലിംഗ്. പൊട്ടൻസി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞാൻ എന്ത് പറയുന്നത്, അവൻ ഇങ്ങനെ കുറച്ച് വയലന്റ് ആയി വന്നപ്പോ ഞാൻ പെട്ടെന്ന് എന്റെ ടേബിളിൽ 2 കൈ കൊണ്ട് ശക്തമായി അടിച്ചിട്ട് എന്റെ എഴുന്നേറ്റ് നിന്നു. എന്താടാ എന്ന് ചോദിച്ചോളൂ, അവൻ സൈലന്റ് ആയി. അതുവരെ ഞാൻ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അടുത്തൊരു നിമിഷം ഞാൻ അത് ചെയ്തില്ല, അങ്ങനെ എനിക്ക് അടി കിട്ടിയാൽ അവനെ, ഇരിക്കടാ താൻ എവിടെ, നീ ആരാടാന്നാ നിന്റെ വിചാരം, ഇരിക്കടാ എന്ന് പറഞ്ഞോടുകൂടി അവനവിടെ സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ഞാന് പിന്നെ അങ്ങോട്ട് തുടങ്ങി. അപ്പൊ അവന് പതുക്കെ സൈലന്റ് ആയി കഴിയും. ചില ഭാര്യ ഭർത്താക്കന്മാർ ഇതുപോലെ വരും, അവർ തമ്മിൽ വർക്കം ലാസ്റ്റ് ആവില്ല, പിന്നെ നമ്മൾ നിയന്ത്രിക്കണം. അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവൊക്കെ വരണം, നമ്മൾ ഇറങ്ങി ഓടരുത്. ഓക്കെ, അപ്പൊ ഈ ആക്റ്റീവ് ലിസണിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ ലിസണിങ് മീൻസ് അയാൾ പറയുന്ന കാര്യങ്ങളെ വളരെ കോൺഫിഡൻഷ്യാലിറ്റിയോട് കൂടിയിട്ട് അയാൾ പറയാതെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള കഴിവാണ് ലിസണിങ്. അല്ല, എന്തൊക്കെയാണ് നമ്മൾ ലിസണിങ് ചെയ്യുന്നത്? ഹിയറിംഗ് വേർഡ്സ് വാക്കുകൾ കേൾക്കുന്നു, ബട്ട് ഓൾസോ ലിസണിങ് ടു ഹൗ ദ വേർഡ്സ് ആർ ബീയിങ് സെഡ്, എങ്ങനെയാണ് വാക്കുകൾ പ്രയോഗിക്കുന്നത്, ഏത് ഭാവത്തിൽ നിന്നാണ് എന്നൊക്കെ നമ്മൾ കൂടി അവിടെ ലിസൺ ചെയ്യണം, ഇല്ലേ? അപ്പൊ നോക്കിയേ, ഡോക്ടർ അമീൻ, എന്താടാ എന്നൊക്കെ ഡിഫറെന്റ് മീനിങ് അല്ലേ? അല്ലേ, ആണോ? ഇതിലൊന്നും പറഞ്ഞില്ലല്ലോ. എന്താടാ എന്ന് ചോദിക്കുന്ന മീനിങ് ഡിഫറെന്റ് ആണ്. എന്താ സ്നേഹത്തിലല്ലേ, ലെസ്റ്റി ഫീലിംഗില് എന്താടാ എന്ന് ചോദിക്കാറ്, എന്താടാ ചോദിച്ചാൽ ഓടാന്ന് പറയുന്നത്. അപ്പോ ഇത് പ്രയോഗിക്കുന്ന വേർഡ്സ് ഒക്കെ ഒന്ന് തന്നെയാണ്, എങ്ങനെയാണ് അത് പ്രയോഗിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ദ ടോൺ ഓഫ് വോയിസ് ബീങ് യൂസ്ഡ്, ഏത് ടോണിലാണ് അയാൾ ഇത് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസുകൾ, അയാളുടെ അനുഭവങ്ങളുടെ വിവരിക്കാൻ എത്തരത്തിലുള്ള വാക്കുകളാണ് അയാൾ പ്രയോഗിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് ആണ് അയാൾ ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലർക്ക് ചില മാനറിസം ഒക്കെ ഉണ്ടായിരിക്കും. എന്റെ അടുത്ത് മുൻപ് ഒരാൾ വന്നിട്ടുണ്ട്, അയാള് ഇടയ്ക്കിടയ്ക്ക് കണ്ണോട് ഇങ്ങനെ നമ്മളോട് പുരികം ഉയർത്തി ചോദിക്കും, എന്നുള്ള ചോദ്യം. അപ്പൊ ആദ്യം ഞാൻ ചോദിച്ചപ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ചോദിച്ചപ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായത് ആ പാവത്തിന് അതൊരു ജീവിതത്തിലെ മാനറിസം ആണ്. ഞാൻ അധികം ഇപ്പോൾ ക്ലയൻസിനോടൊക്കെ ഞാൻ പ്രത്യേകിച്ച് കൗൺസിലിംഗ് ആയതുകൊണ്ട് ഞാൻ
മാസ്ക് ഒക്കെ ഊരി വെച്ച് സംസാരിക്കാൻ പറയും. കാരണം ഇവരിത് കരഞ്ഞിട്ടാണ് പറയുന്നത്, സ്നേഹത്തിലാണ് പറയുന്നത്, ദുഃഖിച്ചാണ് പറയുന്നത്, വേർഡ്സ് കൊണ്ട് മാത്രം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോ എന്താ പറയാ, അപ്പോ അങ്ങനെ ശ്രദ്ധിക്കണം നമ്മള്. അങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അയാളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു അല്ലേ, നമ്മൾ ലിസണിങ്ങിൽ നമ്മുടെ ഹോൾ ബോഡി പാർട്ട് എങ്ങനെ ഞാൻ ഇന്നലെ അയച്ചിരുന്നു. വിത്ത് യുവർ ബോഡി, നമ്മുടെ ബോഡി കൊണ്ട് നമ്മൾ ലീൻ ടുവാർഡ് ദ ക്ലയന്റ്, ആ ക്ലയന്റിലേക്ക് ചാഞ്ഞിരിക്കും നമ്മൾ. അപ്പൊ നമ്മളെ ലിസണിങ്ങിൽ ഇൻവോൾവ്ഡ് ആവണം നമ്മള്. പറഞ്ഞോ, എല്ലാം ഞാൻ കേൾക്കുന്നു. ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ കൗൺസിലിംഗ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കണ്ണാട, ഒരു വള്ളിയുള്ള കണ്ണാട കേട്ടിട്ട് ഒരാള്, അതാണ് കൗൺസിലേഴ്സ് അല്ലേ? അല്ലേ സാറിനോ? എന്നാ അങ്ങനെയൊന്നല്ല കൗൺസിലേഴ്സ്. കൗൺസിലേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്നെ പോലെ നല്ല ചുള്ളന്മാരൊക്കെയാണ്. മഞ്ഞ മാത്രം അത് ആലോചിച്ച് ചിരിക്കും. പിന്നെ ചുള്ള എന്റെ ആകാശിന്റെ അത്ര വരില്ല, എന്റെ അക്ഷയുടെ അത്ര വരില്ല. ആകാശിനെ എപ്പോഴും പറയുന്നത് അക്ഷയാണ്. അക്ഷയ് മഞ്ഞയുടെ ചെക്കന്റെ പേര് അക്ഷയ്. നിങ്ങൾക്കറിയോ? മഞ്ഞയുടെ വീട്ടിൽ വെച്ച് നാട്ടിലാകെ പാട്ടാക്കി ഞാൻ. ഇന്ന് കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചിരുന്ന ഒരു പയ്യനാണ് അക്ഷയ്. അക്ഷയായിരുന്നു ഞങ്ങളുടെ ആ ബാച്ചിലെ ഏറ്റവും വലിയ കഥാപാത്രം. ഞങ്ങളുടെ ബാച്ചിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങളുടെ ബാച്ചിൽ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ച കുട്ടികളുടെ ഗ്രൂപ്പിൽ ഒരു പൊട്ടിക്കരച്ചിലുണ്ടായിരുന്നു. വാവിട്ട് കരയാണ്. കാരണം വിവാഹപ്രായം 21 ഉയർത്തിയോടുകൂടി അക്ഷയ് പൊട്ടിക്കരഞ്ഞു. ഓക്കെ, വെറുതെ പറയട്ടെ, പാവ അക്ഷയ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ വിത്ത് അവർ ബോഡി വി ഹാവ് ടു ലീൻ ടുവാർഡ് ദ ക്ലയന്റ്. നമ്മൾ അയാളിലേക്ക്, അയാളെ കേൾക്കാനായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത് വി പ്രൊവൈഡ് എ ഫീലിംഗ് ഓഫ് എന്താ പറയാ, റെസ്പെക്ട്. ഓ, he is spending his valuable time for me, he is involved in my talk. അയാൾ എന്റെ ടോക്കിലാണ് ഉള്ളത് എന്ന് അയാളെ ബോധ്യപ്പെടുത്തുന്നത്. വിത്ത് യുവർ ഹാർട്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ എന്താണോ ഫീൽ ദ ക്ലയൻസ് പെയിൻ, അയാൾ എത്തരത്തിലുള്ള ഒരു വേദനയാണ് അനുഭവിക്കുന്നത് നമ്മളെ ഹൃദയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. വിത്ത് യുവർ ഇയേഴ്സ്, ചെവികൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലിസൺ ആക്റ്റീവ്ലി ടു യുവർ ക്ലയന്റ്, ആ ക്ലയന്റിലേക്ക് വളരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യും. വിത്ത് യുവർ ഐസ്, നമ്മുടെ കണ്ണുകൊണ്ട് വാച്ച് ആൻഡ് ഒബ്സർവ്, എന്താണ് ബോഡി ലാംഗ്വേജസ്, എക്സ്പ്രഷൻസ്, ഇതൊക്കെ നമ്മൾ മാനറിസം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. വിത്ത് യുവർ മൗത്ത്, ക്ലയൻസ് കൗൺസിലിംഗിന് നമ്മുടെ മൗത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോസ്റ്റ്ലി ക്ലോസ്ഡ്, ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ മൗത്ത് ക്ലോസ്ഡ് ആയിരിക്കും. ലെറ്റ് ദം ടോക്ക് അബൌട്ട് ദെയർ പ്രോബ്ലംസ്. അവർ സംസാരിച്ചോട്ടെ, അവരെ വിട്ടുകൊടുക്കുക, പാവം. നമുക്ക് അവിടെ ചെയ്യാനുള്ള പണികളുണ്ട്. നമുക്ക് അവിടെ ചെയ്യാനുള്ള പണി എന്ന് പറയുന്നത് പാരഫ്രൈസ് ചെയ്യുക, ക്വസ്റ്റ്യനിങ് നടത്തുക. ക്വസ്റ്റ്യനിങ് തന്നെ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ്, ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മുടെ മൗത്ത് കൊണ്ട് നമുക്കുള്ള പരിപാടി. ലിസണിങ്ങിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കട്ടെ. ലിസണിങ് എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു സാധനം ഉണ്ട്. എന്താ അത്? They need to be able to speak in a safe place in their own words. അവരുടെ സ്വന്തം വാക്കുകൾ ഉപയോഗിച്ച് അവർക്ക് പറയാനുള്ള ഒരു സ്ഥലം, അതിനെയാണ് നാം കേൾക്കേണ്ടത്. ഇപ്പോ രസേനതേ ചില സമയത്തൊക്കെ ഈ ചില ഭാഷാപരമായ വ്യത്യാസം ഉണ്ടാവല്ലോ, ബാരിയേഴ്സ്. മലപ്പുറം കോഴിക്കോട്ടുകാരൊക്കെ വന്നാല് സംസാരിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പൊ നമ്മളൊരു ക്ലാരിഫിക്കേഷൻ ഒക്കെ എടുക്കും. ചില വാക്കുകൾ ഒരു നല്ല നാടൻ ശൈലിയിലൊക്കെ പറയും. ലതം ടോക്ക്, അവ കളിയാക്കരുത്. അച്ചടി ഭാഷയിൽ തന്നെ സംസാരിക്കാൻ ഒന്നും പറയരുത്. ലതം ടോക്ക്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പാരഫ്രൈസിംഗ് എന്നൊരു സ്കില്ലുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് അവരെ ക്ലിയർ ചെയ്യാൻ പറ്റും. ആർ യു വിത്ത് മീ? നിങ്ങളൊക്കെ എന്റെ കൂടെ അല്ലേ? കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവണില്ലേ?
അപ്പൊ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേൾക്കുന്ന സമയത്ത് ട്രൈ നോട്ട് ടു ഇന്ററപ്റ്റ്. ഇടയിൽ കയറി സംസാരിക്കുന്ന പരിപാടി നമുക്ക് പാടില്ല. ഇടയിൽ കയറി തോക്ക് വെക്കുക, അങ്ങനെയല്ല നാട്ടിൽ പറയാ. തോക്ക് കയറി വെടി വെക്കാൻ. അങ്ങനെയല്ലേ, തോക്കിൽ കയറി വെടി വെക്കുക, അതന്നെ. സാറേ, ക്ലയന്റ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവര് പറയുന്ന എല്ലാ പോയിന്റ്സും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിലോ? അവിടെയാണ് പാരഫ്രൈസിംഗ് എന്നൊരു സ്കില്ലിലേക്ക് വരാൻ പോകുന്നത്. അവിടെയാണ് ഓപ്പൺ ക്വസ്റ്റ്യൻ ആൻഡ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ നമ്മുടെ മൗത്ത് ഉപയോഗിക്കുന്നത്. അവിടെയാണ് നമ്മുടെ മൗത്ത് ഉപയോഗിക്കുന്നത്. എന്താണ് ഓപ്പൺ ക്വസ്റ്റ്യൻ? ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ് ഓർ നോ, വളരെ സിമ്പിൾ ആയിട്ട് യെസ് ഓർ നോ, ഒറ്റ വാക്കിൽ ഒരു വേർഡ് കൊണ്ടൊക്കെ മറുപടി പറയാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ഓപ്പൺ ക്വസ്റ്റ്യൻ. സോറി ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ. ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് നമുക്ക് ഒറ്റ വാക്കിൽ കൊണ്ട് അവർക്ക് മറുപടി പറയാൻ പറ്റും. ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവർക്ക് വിശാലമായിട്ട് അതിനെ വിവരിക്കാൻ പറ്റും. അപ്പൊ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കുകയാണ്, അപ്പൊ അന്ന് നീ അവിടെ പോയിരുന്നോ? അന്ന് സുഫീദ അവിടെ പ്രസന്റ് ആയിരുന്നു? അതെ സാർ. എത്ര വർഷങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചത്? ഒരു 10 വർഷം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സുഫീദ് എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റും അല്ലേ? നീ ഇത് നിർത്താൻ തയ്യാറാണോ? നിങ്ങളിത് നിർത്താൻ, അവസാനിപ്പിക്കാൻ തയ്യാറാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ എൻഡഡ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത്. ഇനി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അവർക്ക് കൂടുതലായിട്ട് അതിനെ വിശദീകരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കൗൺസിലിംഗ് തുടങ്ങുന്ന തന്നെ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിലാണ്. എങ്ങനെയാണ് ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? അതായത് വാട്ട് ബ്രോട്ട് യു ഹിയർ ടുഡേ? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്? നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ലെറ്റ് ദം ടോക്ക്. സോ വി ആർ ഗിവിംഗ് ദ എന്താ പറയാ ചാൻസ് ടു ടോക്ക് അബൌട്ട് ദെയർ പ്രോബ്ലംസ്. സുനിത ബഷീറിന്റെ മുഖം ഒന്ന് കാണിച്ചു തരുമോ? ഞങ്ങൾക്ക് സീലിംഗിലെ ഫാന് മാത്രം കാണുന്നുണ്ട്. എന്താന്നറിയില്ല, എനിക്ക് കിട്ടുന്ന എല്ലാ ബാച്ചിലും നല്ല ചുള്ളന്മാരും നല്ല ചുള്ളികളും ഉണ്ട്. അതെല്ലാവരും നല്ല വ്യക്തികളാണ്. ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് പോലും നിങ്ങളോട് ചിരിക്കുന്നില്ല. നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മഞ്ഞ പറഞ്ഞു സാറെ, കളിയാക്കല്ലേ എന്നൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് ചില ചോദ്യങ്ങൾ. അപ്പൊ അന്ന് സുനിത അവിടെ പോയപ്പോ എന്താണ് കണ്ടത്? അപ്പൊ സുനിത വിവരിക്കുകയാണ്. അതിനിടയിൽ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ ഓപ്പൺ ക്വസ്റ്റ്യൻ, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിനുള്ളതാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കില്ലാണ് പാരഫ്രൈസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീഫ്രൈസിങ്, റീസ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോ പാരഫ്രൈസിംഗ് എന്ന് പറയുന്നത്, ഇപ്പൊ സുനിത ഒരു 15 മിനിറ്റ് നേരമായി സംസാരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അപ്പൊ സുനിത പറഞ്ഞു വരുന്നത് 1987 ജനുവരി മാസം 30-ാം തീയതി ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ആ മഹാനായ മനുഷ്യൻ ജനിച്ചു. ആ ജനനം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമൂഹത്തിനും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി. അതിന്റെ തുടർച്ച എന്നോണം 1995 സുനിതയുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ പോയപ്പോ സുനിതയുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ സുനിതയ്ക്ക് നല്ല സ്വീകാര്യതയായിരുന്നു. പെട്ടെന്നായിരുന്നു സുനിതയുടെ നാത്തുവിന്റെ കുടുംബത്തിലെ ഒരാൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത്. അയാളാണ് സുനിതയുടെ ഒപ്പം ഈ സ്കൂളിൽ പഠിച്ചത്. അയാൾ വന്നിട്ടാണ് സുനിതയുടെ പഴയ പ്രേമം വീട്ടിൽ കുറിച്ചത്. വെറുതെ പറഞ്ഞതാട്ടാ, ഒരു എക്സാമ്പിൾ, കഥ. അപ്പോ യെസ് സാർ അല്ലെങ്കിൽ ഒരാളിനെ പറയുമ്പോൾ നമ്മളത് അങ്ങോട്ട് പറഞ്ഞു വന്നപ്പോ നമ്മൾ പറഞ്ഞതിൽ വല്ല ശരിയുണ്ടോ, നമ്മൾ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ എന്ന് അയാൾ വാലിഡേറ്റ് ചെയ്ത് തരും. അപ്പൊ എന്താ ഗുണം?
നമ്മൾ അയാളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു ഫീലിങ്സ് അയാൾക്കുണ്ടാവും. അല്ലേ സ്വർണോ? അപ്പൊ അല്ല അവിടെ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി തരും. അങ്ങനെയാണ് എല്ലാം ഓർക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കുക. കൗൺസിലിംഗിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അയാൾ പറഞ്ഞതിനെ ഒന്നുകൂടി ചുരുക്ക രൂപത്തിൽ നമ്മൾ തിരിച്ചു പറയാ. അപ്പൊ ഉണ്ടായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് ചോദിക്കുക. അപ്പൊ ക്ലയന്റിന് ഒരു കാര്യം കിട്ടി, മൈ കൗൺസിലർ അണ്ടർസ്റ്റാൻഡിങ് മീ വെരി വെൽ. വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അത്? നമ്മളെ മനസ്സിലാക്കാൻ ഒരാൾ ഉണ്ടാകുക എന്ന് പറയുന്നതല്ലേ നമ്മളെ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ സ്വത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കൗൺസിലിംഗിൽ നമ്മുടെ ഒരു പരിപാടി. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ ക്ലയന്റിന് വളരെ സന്തോഷം ഉണ്ടാവും. ക്ലയന്റ് എന്ത് ചെയ്യും, നമ്മളോട് കൂടുതൽ തുറന്ന് സംസാരിക്കാനും നമ്മൾ അയാളെ മനസ്സിലാക്കണമെന്നുള്ള ഫീലിങ്ങിലും ഒക്കെ ഇരിക്കും. അതിന്റെ കുറെ ഗുണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ഉപകാരപ്പെട്ട രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഇത്ര മനസ്സിലാക്കിയാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ക്ലയന്റ് നമ്മളോട് കളവ് പറഞ്ഞാൽ എന്താ ചെയ്യാ? അങ്ങനെയും വരൂലേ? പറയല്ലോ, ഒരാള് നിർബന്ധിച്ച് കൊണ്ടുവരാകുമ്പോ ആ രക്ഷിക്കാൻ വേണ്ടി കളവ് പറയില്ലേ? ക്ലയന്റ് ആണോ കളവ് പറയുന്നത്, പറഞ്ഞു വിട്ട ആളാണോ കളവ് പറയുന്നത്, വാലിഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന്. അതിനാണ് ചില മറു ചോദ്യങ്ങളൊക്കെ ഉപയോഗിച്ച് അയാൾ അതേ പോയിന്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. വളരെ രസകരമായിട്ട് പ്രിന്റ് ശരിക്കും അച്ചടിച്ച പുസ്തകം പോലെ കളവ് പറയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കെന്നെ അത്ഭുതം തോന്നും എങ്ങനെയാണ്, അതായത് ആര് കേട്ടാലും വിശ്വസിച്ചു പോകുന്ന തരത്തില് രസകരമായിട്ട് പറയുന്ന നുണ. അതെങ്ങനെയാ സാർ, നുണയാണോ സത്യമാണോ പറയുന്നത്? ഓക്കെ, അപ്പൊ അതിന് നമ്മൾ കുറെ ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഇയാൾ പറയുന്നതിനുള്ള വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് കൗൺസിലിംഗ് സ്കിൽസ് പഠിക്കുമ്പോൾ അത്തരത്തിലേക്ക് നമ്മൾ കൂടുതൽ കടക്കും. ഓക്കെ, ആരും പേടിക്കേണ്ടതില്ല. അപ്പോ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്? പ്രിൻസിപ്പിൾ ഓഫ് ലിസണിങ്. കൗൺസിലറെ ശ്രവിക്കുക എന്നുള്ളതാണ്. അയാൾ പറയുന്ന വാക്കുകൾ മാത്രം കേൾക്കുക എന്നതല്ല, മറിച്ച് അയാളുടെ ശരീരഭാഷയിൽ നിന്നും ഒക്കെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കിയെടുക്കാറുണ്ട്. കൗൺസിലിംഗ് ഈസ് ഹിയറിംഗ് വാട്ട് ഈസ് നോട്ട് ബീയിങ് സെഡ്. അയാൾ പറയാതെ പറയുന്നത് കൂടി കേൾക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. മുൻവിധിയോടുകൂടി ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അപ്പം നേരത്തെ ആരും ചോദിച്ചതുപോലെ ക്ലയന്റ് നുണ പറയാണ്. എങ്ങനെയാണ് ക്ലയന്റ് നുണ പറയുന്നത് നമുക്ക് മനസ്സിലായത്? ക്ലയന്റിന് അയച്ച ആള് നമുക്ക് വിളിച്ച് ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് വിശ്വസിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ജഡ്ജ്മെന്റലായി അവിടെ. നമ്മൾ ആ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് കൂടി ഇവിടെ പരിശോധിക്കണം നമ്മൾ. ബയാസ് ആൻഡ് പ്രിജുഡിസ് പാടില്ല എന്നല്ലേ? അതായത് ക്ലയന്റിനെ ശ്രദ്ധാപൂർവം എന്താ പറയാ പരിഗണിച്ചെങ്കിൽ മാത്രമാണ് ക്ലയന്റിന് നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ അല്ല എന്നൊരു തോന്നലുണ്ടാവുക. അങ്ങനെ ശരിയായ നമ്മുടെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ലിസ്ണിംഗ് ആണ് നമ്മുടെ ഭാഗത്തുള്ളത് എന്ന് അയാൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അയാൾ പറയാൻ വെച്ച അത്രയും കാഠിന്യമേറിയത് നമ്മളോട് തുറന്നു പറയും, ഞെട്ടിക്കുന്നത് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ.
റെസ്പെക്ടിങ് ദ ജെൻഡർ ഐഡന്റിറ്റി ഓഫ് ദ ക്ലയന്റ്. ക്ലയന്റ് കൗൺസിലിംഗ് ചിലപ്പോൾ ആണ് വരാം, പെണ്ണ് വരാം, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വരാം. ട്രാൻസ്ജെൻഡർ ഒക്കെ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തുന്നു. ആ ട്രാൻസ്ജെൻഡർ പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഫീലിംഗും അവരങ്ങനെ മനഃപൂർവ്വം ആയതല്ലല്ലോ. എന്തേ നിങ്ങൾക്ക് ഞങ്ങളെ പരിഗണിക്കാൻ കഴിയുന്നില്ല? ഞങ്ങളങ്ങനെ ചോദിച്ചു മേടിച്ചതല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇപ്പൊ സുഫീദ കാണാനൊരു പെൺകുട്ടിയെ പോലെയാണ്, പക്ഷെ മനസ്സ് മുഴുവൻ ചിന്തയാണ്. ഒരാണാണ് എന്ന ചിന്ത അവൾ അറിയാതെ അവളെ ഭരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ആണായി മാറാനുള്ള ഒരു വ്യഗ്രത അവളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അങ്ങനെ വളരെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബോധപൂർവ്വമാണോ? ശരീരം മാത്രം മനസ്സും പെണ്ണും മനസ്സ് മുഴുവൻ പുരുഷനായിരിക്കുന്ന അവസ്ഥ അവര് മനഃപൂർവ്വം ചെയ്യണമല്ലോ. ചെയ്തിട്ട് മാറ്റാൻ പറ്റില്ല. അവരെ അംഗീകരിക്കണ്ടേ? അതല്ല സാർ, എത്രയോ ആളുകൾ അവര് മനഃപൂർവ്വം ചോദിച്ചു മേടിച്ചു വന്നതാണോ? എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു ക്ലാസ്മേറ്റ്, അവരിപ്പോ ഒരു പെൺകുട്ടിയായിട്ട്, അതായത് ശസ്ത്രക്രിയയൊക്കെ നടത്തി ജെൻഡർ മാറ്റം വരുത്തി ഒക്കെ ജീവിതം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അവന് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കൂടെ പഠിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് അവന്റെ സംഭാഷണത്തില് പെരുമാറ്റത്തിലൊക്കെ അവന്റെ ഉള്ളിൽ ഒരു സ്ഥൈര്യത കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ അതവര് ജോലിക്ക് പോയിട്ട് അവർക്ക് അതിനുള്ള അവസരം കിട്ടിയ ആളങ്ങനെ പെണ്ണായി. അപ്പോ നമ്മുടെ മുൻപിൽ വരുന്നത് ആണാവോ പെണ്ണാവാം ട്രാൻസ്ജെൻഡർ ആവാം ആരും ആയിക്കോട്ടെ, അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട്. അവർക്ക് അവരെ അർഹിക്കുന്ന പരിഗണന വേണം. അവർക്ക് നൽകേണ്ട ഇടപെടലുകൾക്ക് അവർക്ക് ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിൽ നമുക്ക് അവരെ ബന്ധപ്പെടാനും ഇടപെടാനും കഴിയണം. അല്ലാതെ നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കരുത്. എന്താ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യോ, ആണുങ്ങൾ ഇങ്ങനെ ചെയ്യോ എന്നുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ വരാൻ പാടില്ല. കൗൺസിലിംഗിലെ ഒരു പ്രിൻസിപ്പിളാണ് അത്. നമ്മൾ ഉണ്ടാക്കിയതല്ലേ ആണും പെണ്ണിന്റെ ജീവിതത്തിൽ, നമ്മളങ്ങനെ സൃഷ്ടിച്ചതല്ല. സ്വാഭാവികമായിട്ട് ശരീരം നൽകുന്ന ആൺപെൺ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ആൺപെൺ വ്യത്യാസത്തിന്റെ ശാസ്ത്ര ക്ലാസ് നമുക്ക് പഠിക്കാനുണ്ട്. അതല്ലാതെ മനസ്സിൽ വരുന്ന ആൺപെൺ വ്യത്യാസം നമ്മൾ സൃഷ്ടിച്ചതല്ലേ. എടി നീ അങ്ങനെ നടക്കരുത്, നീ പെണ്ണാണ്, എടാ നീ അങ്ങനെ സംസാരിക്കരുത്, നീ ആണാണ് എന്ന് നമ്മൾ അടിച്ചേൽപ്പിച്ചതല്ലേ. ശരിക്കും മനുഷ്യനെ സ്വതന്ത്രമായി വിടണം എന്റെ അഭിപ്രായം. സ്കൂളൊന്നും പാടില്ല. അപ്പൊ മനുഷ്യൻ നല്ലോണം പഠിക്കും. ഇത് ടീച്ചറുടേതായ രീതിയിലേക്ക് കുട്ടികളെ വളച്ചൊടിച്ച് കൊണ്ടുവരികയാണ്. ചിലപ്പോ ആ ടീച്ചറെ കുട്ടികളെക്കാൾ കഴിവ് കെട്ട ആളായിരിക്കും ക്ലാസ് എടുക്കുന്നത്. സാറിനോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? നമ്മള് ആ കഴിവിനെ, അപാരമായ കഴിവിനെ നമ്മൾ നിർബന്ധപൂർവ്വം ചുരുക്കാൻ ശ്രമിക്കുകയാണ് സ്കൂൾ സംവിധാനം. സ്വതന്ത്രമായി വളരാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ലോകത്ത് അത്ഭുതങ്ങൾ കണ്ടെത്തിയവരൊക്കെ സ്വതന്ത്രമായി വളർന്നവരല്ലേ. ഐൻസ്റ്റീനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. ആഹാ അത്ര കാര്യം നിന്നെ ഫസ്റ്റിനെ പറയണം, ഇപ്പൊ തന്നെ പോയിട്ട് കുട്ടികൾ സ്കൂളിൽ ഒഴിവാക്കണം. അവർക്കെല്ലാം കണ്ടും കേട്ടും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ മതം പോലും നമ്മുടെ ഇഷ്ടങ്ങൾ പോലും നമ്മ പഠിപ്പിച്ചതല്ലേ, നമ്മ കണ്ടെത്തിയതാണോ? അല്ലേ സ്വർണോ? ആരൊന്നും പറയുന്നില്ലല്ലോ. എല്ലാം നമ്മളിപ്പോ എന്താണോ അത് നമ്മൾ അതിന്റെ ഒരു വലിയ ഭാഗവും നമ്മളെ പഠിപ്പിച്ചതാണ്. ഇതാണ് ശരി, ഇങ്ങനെ ആവാൻ പാടുള്ളൂ, ഇങ്ങനെ നീ പെരുമാറാൻ പാടുള്ളൂ, ഇങ്ങനെ നീ നടക്കാൻ പാടുള്ളൂ, ഇങ്ങനെ വസ്ത്രം ഇടാൻ പാടുള്ളൂ, ഇങ്ങനെ നീ സംസാരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ നിനക്ക് ഇരിക്കാൻ അർഹതയുള്ളൂ, നീ കാലിന്മേൽ കാല് കയറ്റിയിരിക്കാൻ അർഹതയില്ലാത്തവളാണെന്നേ. എടി കാല് താഴ്ത്തി വെക്കടി, കല്യാണം കഴിച്ച് പോവാനുള്ളതല്ലേ. എന്റെ കാല് കയറ്റി വെച്ച് കല്യാണം കഴിക്കൂലേ? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ആരൊന്നും പറയണില്ലല്ലോ. ഇനി കുറച്ച് തിന്ന്, കുറച്ച് ഭക്ഷണം കഴിക്കും. നിന്റെ കല്യാണം കഴിയേണ്ടതല്ലേ? എന്തും കല്യാണം കഴിയുന്ന ഭക്ഷണം തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് പിടുത്തം കിട്ടിയിട്ടില്ല. എന്നോട് ക്ലയൻസ് പറഞ്ഞ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.
എടി ആ പാത്രമൊക്കെ നീ കൊണ്ട് കഴുകി വെക്ക്, നിന്റെ കല്യാണം കഴിഞ്ഞു പോകണ്ടേ. അപ്പൊ അവിടെ കേൾക്കണ ആൺകുട്ടി എന്താ തന്നെ, നമ്മ ഇതൊന്നും കഴുകണ്ട, നമുക്ക് കല്യാണമൊക്കെ കഴിച്ച ഒരു മടിയില്ല. കുറെ ഉണ്ട് പഠിക്കാൻ, രസമുള്ള പരിപാടി അതൊക്കെ. തിരിച്ച് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വങ്ങളെ അംഗീകരിക്കുക. എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല, എല്ലാവർക്കും അവരവരുടേതായ തനിമയുണ്ട്. അതുകൊണ്ട് മറ്റാർക്കും വേണ്ടി അയാളുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കാൻ നാം ശ്രമിക്കരുത്. ബീയിങ് ഒറിജിനൽ ഈസ് വർത്ത് ദാൻ എ കോപ്പി. നമ്മളൊക്കെ ഒറിജിനൽ ആണോ? യെസ് ഓർ നോ? ആർ യു ആൻ ഒറിജിനൽ? സത്യം പറ, നിങ്ങൾ ഒറിജിനൽ ആണോ? പറയുന്നില്ലല്ലോ. നിങ്ങൾ സമൂഹത്തിൽ കാണിക്കുന്ന നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ ഒറിജിനൽ ആണോ? നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ഒറിജിനൽ ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ വെർഷൻ ആണോ? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ? സെമീറ പറ, സെലീംക്ക് അവിടെ അടുത്തുണ്ടല്ലോ, പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സെലീംഖാനെ മാനിച്ചുകൊണ്ടല്ല പറഞ്ഞത്. തീർച്ചയായും. ഉറക്കെ പറ, കേൾക്കണില്ല. അത് മാത്രം ശബ്ദം വരുന്നില്ല, ബാക്കിയൊക്കെ വരുന്നുണ്ട്. ഇതെന്താ ഈ സാറ് കൗൺസിലിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബത്തെ, അതും തിരുവനന്തപുരത്തുള്ള തലസ്ഥാനത്തുള്ള കുടുംബത്തെ തന്നെ തട്ടിക്കാൻ പോകുന്നതൊക്കെ ചോദിക്കും. നമ്മൾ വസ്ത്രങ്ങൾ ഇടുന്ന പോലും നമ്മുടെ ഇഷ്ടത്തിനാണോ? നിങ്ങൾ പറ. ഒറിജിനൽ ആവാൻ നമുക്ക് കഴിയണില്ലെന്ന്. Why do you worry about to be an original version of yourself? I am the original version of myself. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ പറയാം, ഞാൻ എല്ലാവരോടും ഞാൻ എങ്ങനെയാണോ അങ്ങനെ പെരുമാറാ, ഞാൻ എങ്ങനെയാണോ അങ്ങനെ അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് എന്നെ ഇഷ്ടമുണ്ട്, കുറെ ആൾക്കാർക്ക് എന്നെ ഇഷ്ടമല്ലേ. അപ്പൊ അവരുടെ ഇഷ്ടം കാണാൻ വേണ്ടി ഞാൻ ഫേക്ക് ആവാൻ ശ്രമിച്ചിട്ടില്ലെന്നർത്ഥം. അപ്പൊ നമ്മളടുത്ത് വരുന്ന ക്ലയന്റിന്റെ കഴിവുകൾ അംഗീകരിക്കുക, അയാളെ പ്രോത്സാഹിപ്പിക്കുക, അയാളുടെ ബലഹീനതയെ ചൂഷണം ചെയ്യാത്ത ഒരു നല്ല മനോഭാവം നമുക്കുണ്ടായിരിക്കുക, ശരിയായ തീരുമാനങ്ങൾ പ്രകടിപ്പിക്കുവാനും അയാളെ പ്രാപ്തനാക്കുക. പലപ്പോഴും നമുക്ക് ഉള്ളിലൊന്ന് വെച്ച് മറ്റൊന്ന് മറുപടി പറയേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഞാൻ പല സംഘടനയുടെയും പല നല്ല പൊസിഷനിൽ ഇരുന്നിട്ടുള്ള മനുഷ്യനാണ്. ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ശരിക്കും പല ആളുകളുടെയും അഭിപ്രായത്തിന് യെസ് മൂടിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മറ്റു പല സംഘടനകളുടെയും നല്ല പോസ്റ്റിൽ ഇരിക്കേണ്ട മനുഷ്യനാണ്. രാഷ്ട്രീയത്തിലാകാം. നമ്മൾ ഒറിജിനൽ ആയതുകൊണ്ടേ പറ്റില്ല എന്ന് പറയും. കൂടുതൽ അംഗീകരിക്കുക ആ അവസ്ഥ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകും. നമ്മളിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടത്തെ കൊല്ല ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ ഇതൊരു ഒറിജിനൽ വെർഷനാണ്. ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് ആഗ്രഹിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എന്റെ ഭാഗത്ത് എന്റെ കാഴ്ചപ്പാടുകളിൽ എന്റെ തീരുമാനങ്ങളിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അത് കൃത്യമായി എന്നെ ബോധ്യപ്പെടുത്താത്തിടത്തോളം കാലം എനിക്കത് തെറ്റായി തോന്നില്ല. നിങ്ങളൊക്കെ അങ്ങനെയാണോ? ആരൊന്നും പറയണില്ലല്ലോ. കുറച്ച് റിസ്ക് ആയിട്ട് അങ്ങനെയൊക്കെ ജീവിക്കാം. അപ്പൊ സമൂഹത്തിൽ കുറെ ആൾക്കാർ നമ്മൾ ഇഷ്ടം തോന്നും, കുറെ ആൾക്കാർ നമുക്ക് ഇഷ്ടം തോന്നും. എന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇഷ്ടമല്ലാണ്ട് എനിക്ക് എന്നെ ഒരു ഇഷ്ടമല്ലാത്ത ഇത്ര ഇങ്ങനെ ബാക്ക് കാണിക്കാൻ എനിക്കറിയില്ല. നോക്കട്ടെ, ഇത്ര അധികം ആളുകൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പൊസിഷൻസ്. ആരാണ് ആളുകൾ വിളിച്ചിട്ട് ഇതൊക്കെ പ്രൈസ് ഒക്കെ തരും. പക്ഷെ നമ്മൾ ഒറിജിനൽ ആവാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒറിജിനൽ പ്രകടിപ്പിക്കാനുള്ളത് പ്രകടിപ്പിക്കാതെ അവകാശമുണ്ട്. പറയാനുള്ളത് പറയാം, ചെയ്യാനുള്ളത് ചെയ്യാം, ഒക്കെ നമ്മുടെ അവകാശമാണ്. ഇനി നെക്സ്റ്റ് വൺ, റെസ്പെക്ടിങ് ദ ഫ്രീഡം. നമ്മുടെ മുൻപിൽ വരുന്ന ക്ലയന്റിന്റെ ഫ്രീഡത്തെ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് ഒരു പ്രിൻസിപ്പിളാണ്. ഇപ്പോ നമ്മളെ മുന്നിൽ വരുന്ന ക്ലയന്റിന്റെ ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എതിർക്കാനൊന്നും പറ്റില്ല.
ചില അവര് ജീവിക്കുന്ന വിശ്വാസ സംഹിത, അവരുടെ ആദർശം, ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് മാറ്റാൻ നമുക്ക് വാശി പിടിക്കാൻ പറ്റും. ശരിയാണോ? അതിലെന്തെങ്കിലും സമൂഹം അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഗുണകരമല്ലാത്ത, അയാൾക്ക് തന്നെ ഗുണകരമല്ലാത്തതുണ്ടെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്തുക. അത്രേ നമുക്ക് പറ്റുള്ളൂ. അത് അയാൾക്ക് ബോധ്യം വന്നാൽ അയാൾക്ക് ആവശ്യമായ തിരുത്തലുകൾക്ക് അയാൾ തയ്യാറായിക്കൊള്ളൂ. ഇനി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന അടുത്തൊരു പ്രിൻസിപ്പിൾ റൈറ്റ് ഓഫ് പ്രൈവസി. സ്വകാര്യത എന്ന് പറയുന്നത്, പ്രൈവസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു ഇടത്ത് വെച്ചാണ് ക്ലയന്റിന് നമ്മോട് മനസ്സ് തുറക്കാൻ കഴിയുന്നത്. മറ്റുള്ളവർ കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ ഇയാളത് പരസ്യപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നൊരിടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, സെറ്റിംഗ്സിൽ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസ്. ക്ലയന്റിനെ പൂർണ്ണമായും പരിഗണിക്കുക എന്നതാണ് സ്വീകാര്യത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അയാളുടെ മേന്മയോ മേന്മക്കുറവോ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അടുത്ത വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിലയൻസ്. ആശ്രയത്വം. അയാൾക്ക് സ്വയം ആശ്രയം വളർത്തണം. നമ്മളിലല്ല ആശ്രയിപ്പിക്കരുത്. നമ്മൾ കൗൺസിലിംഗില് ഉദ്ദേശപ്പെട്ട ലക്ഷ്യത്തിലേക്ക് അയാൾ എത്തിയെന്ന് തോന്നിയാൽ നമ്മൾ നമ്മളിൽ ആശ്രയത്തെ അവസാനിപ്പിച്ച് സ്വയം അത് കൈകാര്യം ചെയ്യാൻ അയാളെ വിടണം. ഞാൻ തന്നെ എന്റെ ക്ലയൻസിനോടൊക്കെ പറയാറുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നു, എന്റെ ജീവിതത്തിൽ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇന്ന പോലെ ഗുണങ്ങളുണ്ടാവും, ഇന്ന പോലെ കാര്യം. നീ സ്വയം ചിന്തിക്കുക, ആഗ്രഹിക്കുക, എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട തീരുമാനം എടുക്കുക, എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുക. പക്ഷെ ഇന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിനക്ക് അയാൾക്ക് ബോധ്യപ്പെടുത്തും. ഇന്നെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇന്ന നേട്ടങ്ങളുണ്ട്. ഇനി ചോയ്സ് ഈസ് യുവേഴ്സ്. അങ്ങനെയാണ് ഞാൻ എന്റെ ക്ലയൻസിനോടൊക്കെ പറയുന്നത്. ഇനി അവസാനത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് റെസ്പെക്ടിങ് ദ പ്രൊഫഷൻ. നമ്മുടെ മുൻപിൽ വരുന്ന ക്ലയൻസിന് അവരുടേതായ പ്രൊഫഷൻസിലുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ അധ്യാപകർ വരും. എന്റെ അടുത്ത് പോലീസ് ഇൻസ്പെക്ടേഴ്സ് വരെ വന്നിട്ടുണ്ട്. ഒരു എസ് ഐയും ഭാര്യയും കൂടി വന്നത്. ഭാര്യയുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ SI എങ്ങനെയാണ് ഈ സമൂഹത്തെ നയിക്കുന്നത് വരെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അയാളൊരു പോലീസ് ഓഫീസർ എന്ന റെസ്പെക്ട്, ഞാൻ നാളെ മുതൽ നോട്ടീസ് അടിച്ച് ഞാൻ പോലീസ് ഓഫീസറെ ഇതാക്കിയ ആളാണ്. 1-2 പോലീസ് ഒന്നുമല്ല എന്റെ അടുത്ത് ചുരുങ്ങിയത് ഒരു 4-5 കപ്പിൾസ് ഫാമിലീസ് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്, പല റാങ്കിലുള്ളവർ. അപ്പൊ ഞാൻ നാളെ അവരെ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ എന്റെ ക്ലയന്റ് അല്ലേ, നിങ്ങൾ ഞാൻ പറയണത് ചെയ്യണമെന്നില്ല. അവർക്ക് അറിയിക്കുന്ന റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ അവരോട് അയ്യോ അയാൾ പോലീസുകാരനാണ്, അപ്പൊ അയാൾ ചെയ്യുന്ന തെറ്റിനെ അങ്ങനെ അംഗീകരിക്കാനും പറ്റില്ല. തിരുത്തി പറയാനുള്ള കഴിവ് നമ്മളുണ്ടായിരുന്നു. ഇത്രയൊക്കെ കിട്ടിയോ? അറിവ് ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറയോ? ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഈ ഒറിജിനൽ ആവുക എന്ന് പറയുന്ന എല്ലാ സാഹചര്യത്തിലും സാധ്യമാണോ? ഇപ്പോ എല്ലാ സത്യങ്ങളും തുറന്നു പറയാനുള്ളതല്ല. സത്യങ്ങൾ ഞാനൊന്നുകൂടെ ആവർത്തിക്കണം. അതായത് ഒറിജിനൽ ആവുക എന്ന് പറയുന്ന എല്ലാ സാഹചര്യത്തിലും സാധ്യമാണോ? കാരണം എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില ദുരന്തങ്ങൾ. ഇപ്പൊ നമുക്ക് ചിലപ്പോ മൗനം പാലിക്കുക. അതെ, അത് അവിടെ ഒറിജിനലാണ്. മൗനം പാലിക്കുക എന്ന് പറയുന്നത് ഒറിജിനലാണ്. പക്ഷെ അവിടെ വേണ്ടി നുണ പറയാന്ന് പറയുന്നതാണ് അതിന്റെ ഫേക്ക് വരെ. മൗനത്തെക്കാൾ മൂല്യമുള്ളതാണ് നമ്മുടെ വാക്കുകൾ എന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ മൗനം തന്നെയാണ് ശരി. മൗനം വിദ്വാനുഭൂഷണം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. വിഡ്ഢിക്ക് അലങ്കാരം. അതെ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോ
മനുഷ്യനൊരാമുഖം എന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾ മനുഷ്യനൊരാമുഖം കേട്ടിട്ടുണ്ട് നിങ്ങളെ പുസ്തകം? അത് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ പുസ്തകം. നിങ്ങൾ വായനശീലമുള്ളവരുണ്ടോ? ഇവിടെ ധാരാളം പുസ്തകങ്ങളൊക്കെ ഉണ്ടോ എന്റെ ഓഫീസിൽ? ധാരാളം പുസ്തകങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു പുസ്തകമേളയിൽ പോയിട്ട് കാലത്ത് 9:30 മണിക്ക് അവിടെ എത്തി വൈകുന്നേരം 6 മണി വരെ സ്റ്റാളുകളെല്ലാം കയറി ഇറങ്ങി പരിശോധനകളൊക്കെ നടത്തി അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു 10,000-15,000 രൂപയുടെ പുസ്തകമൊക്കെ മേടിച്ചു. മനുഷ്യന്റെ ആമുഖം എഴുത്തല്ലേ? സുഭാഷ് ചന്ദ്രന്റെ പുസ്തകമാണ് മനുഷ്യനൊരാമുഖം. മനുഷ്യന്റെ ആമുഖം. അതില് ജിതേന്ദ്രൻ എന്ന് പറയുന്ന ഒരാള് ആൻമേരി എന്ന് പറയുന്ന ഒരാൾക്ക് എഴുതുന്ന ഒരു കത്തുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊരു ഏറ്റവും രസകരമായ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മുടെ കവലകളിലും തെരുവുകളിലും ഈവൻ നമ്മുടെ പോക്കറ്റിൽ പോലും നമ്മൾ ഗാന്ധിയെ കൊണ്ടു നടക്കുന്നു. എല്ലായിടത്തും ബാപ്പുജിയുടെ ചിത്രങ്ങളാണ് അല്ലെ? നമ്മുടെ ഇടത് പോക്കറ്റിൽ നാം കുത്തി നിറച്ചു കൊണ്ട് നടക്കുന്നുണ്ട് ഗാന്ധി എന്ന് പറയുന്നത്. പക്ഷെ ആ ഗാന്ധി അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കും. ഗാന്ധി നേരത്തെ നൽകിയ മൂല്യങ്ങൾ, അഹിംസ എന്ന മൂല്യം, സ്നേഹം എന്ന മൂല്യം, ആത്മധൈര്യം എന്ന മൂല്യം, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള മൂല്യം. ഗാന്ധി അല്പവസ്ത്രധാരിയായത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ പരിഗണിക്കാനാണ്. എന്റെ നാട്ടിൽ എല്ലാവർക്കും വസ്ത്രം കിട്ടുന്ന ഒരു നാടെന്നാണോ അന്നേ ഞാൻ വസ്ത്രം അണിയും എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഗാന്ധിക്ക് വസ്ത്രം ഇടാൻ പറ്റും. അത് ആലോചിച്ച് നോക്ക്. നമുക്കൊക്കെ ഗാന്ധിയെ പോക്കറ്റിൽ നിറക്കാൻ ആവശ്യം, ഗാന്ധി തന്ന മൂല്യങ്ങളെ ഹൃദയത്തിലേക്ക് നിറക്കാൻ നമുക്ക് ആർക്കും ആവശ്യമില്ല. ഗാന്ധിജി എന്നേ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, ഓടി മറഞ്ഞിരിക്കുന്നു. നമ്മുടെ പോക്കറ്റുകളിലും ബാങ്കിലും മാത്രമേ ഗാന്ധിജി. അങ്ങനെയാണോ? അതും പറയുന്നില്ലല്ലോ. അപ്പൊ ആ മൂല്യമൊക്കെ നമുക്കുണ്ടാവണം. മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രമേ നമ്മുടെയൊക്കെ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മുൻപിൽ വരുന്ന ക്ലയൻസിനൊക്കെ എന്താ സംഭവിക്കുന്നത്? They are forgetting to decorate their today. They are living in past or in future. ഒന്നുകിൽ നാളെയിൽ ജീവിക്കും അല്ലെങ്കിൽ ഇന്നലകളിൽ ജീവിക്കും. And they loses the important factor. എന്താ? ഇന്ന് എന്ന് പറയുന്ന ഏറ്റവും മൂല്യമുള്ളത് നഷ്ടപ്പെടും. ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാൻ എന്തൊക്കെയെങ്കിലും ചെയ്തിട്ടുണ്ട്? ഞാൻ ഇന്ന് 1074 ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഞാനൊരു 74 പേരെ സഹായിച്ചിട്ടുണ്ട്. അതിൽ ദുഃഖം പറഞ്ഞവരുണ്ട്, റേഷൻ കാർഡ് ശരിയാക്കി തരാൻ പറഞ്ഞവരുണ്ട്, കുടുംബത്തെ പ്രശ്നം റേഷൻ കാർഡിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തൊഴിൽ കാർഡ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് സഹായിക്കാം. അത് കറക്റ്റായിട്ട് ഇത്ര തൊഴിൽ കാർഡും ഇത്ര റേഷൻ കാർഡും ഇത്ര തിന്നുള്ളതാണ് ഞാൻ 74 കണക്ക് കറക്റ്റ് പറഞ്ഞു. മനസ്സിലാവണ്ടേ ഞാൻ പറയുന്നത്? എത്ര സുഖമുള്ള പരിപാടിയാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണെന്ന് ചോദിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഡയംറ്റി എന്നാണ് പുസ്തകത്തിന്റെ പേര്, ഡയംറ്റി. ആ പുസ്തകത്തില് ഗുരു തന്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതെന്ന്. അപ്പോ എല്ലാ കുട്ടികളും കുറെ നേരം ആലോചിച്ചതിന് ശേഷം വിവിധങ്ങളായിട്ടുള്ള മറുപടികൾ പറയും, പലതരത്തിലുള്ള മറുപടി. എല്ലാ ഉത്തരങ്ങളും കേട്ടതിന് ശേഷം ഗുരു തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഉത്തരങ്ങൾ തെറ്റായി പോയി. എന്നിട്ട് ഗുരു തിരിച്ചു പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇടമേതെന്ന് ചോദിച്ചാൽ അത് ശ്മശാനങ്ങളാണെന്നാണ് പറയുന്നത്. മനുഷ്യന്മാർ അല്ലെ മരണപ്പെട്ട് കിടക്കുന്ന ശ്മശാനമാണ്. അതിനാണ് പറയുന്നുണ്ട് അല്ലെ, എഴുതാതെ പോയ എത്ര കവിതകളാണ് അവിടെ കിടന്നുറങ്ങുന്നത് അല്ലെ, പറയാതെ പോയ എത്ര സ്നേഹങ്ങളാണ് അവിടെ അന്തിയുറങ്ങുന്നത്, പറയാൻ ബാക്കി വെച്ച, നൽകാൻ ബാക്കി വെച്ച എത്ര ചുംബനങ്ങളാണ് അവിടെ കിടക്കുന്നത്.
നൽകാൻ കൊതിയോടെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ച എത്ര ആലിംഗനങ്ങളാണ് അവിടെ കിടന്നുറങ്ങുന്നത്. ഈ മനുഷ്യ സമൂഹത്തിന് ആകമാനം ഗുണകരമാകാൻ ഉപയോഗിച്ച എത്ര ചിന്തകളാണ് അവിടെ കിടന്നുറങ്ങുന്നത് അല്ലെ? അങ്ങനെ എത്ര സ്നേഹങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം മന്തിയുറങ്ങുന്ന ഇടമാണ് ഈ ശ്മശാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി അവരൊക്കെ മരിച്ചു പോയില്ലേ, ആ ശ്മശാനം എന്ന ലോകത്തേക്ക് യാത്രയായി. നമുക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് ഡെക്കറേറ്റ് യുവർ ടുഡേ. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ നിമിഷത്തെ എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാം, അതിനുള്ള വഴികൾ കണ്ടെത്താം. സ്നേഹിക്കാൻ കാരണങ്ങൾ തേടാം. വെറുക്കപ്പെടാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് മുൻപ് സ്നേഹിക്കാൻ, പരസ്പരം ഇഷ്ടപ്പെടാൻ, പരസ്പരം ബഹുമാനിക്കാൻ ഒക്കെ കാരണങ്ങൾ അന്വേഷിക്കാം. നമുക്ക് രണ്ടുപേർ സംസാരിക്കുമ്പോൾ അയാളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അയാളുടെ മനസ്സിലേക്ക് കയറി ചെല്ലാനുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. പകരം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാളുടെ അടുത്ത്, ശരീരം കൊണ്ട് അടുത്ത് നിൽക്കുമ്പോഴും മനസ്സുകൊണ്ട് ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി നാം മത്സരിക്കുകയാണ്. വാക്കുകൾ കൊണ്ട്, നോട്ടങ്ങൾ കൊണ്ട്, മുഖത്തെ ആംഗ്യങ്ങൾ കൊണ്ട്, ശരീരഭാഷകൾ കൊണ്ട് ഒക്കെ നമ്മൾ ശരീരം കൊണ്ട് അടുത്താണെങ്കിൽ പോലും നമ്മൾ മനസ്സുകൊണ്ട് ദൂരങ്ങളിലേക്ക്, കണ്ണെത്താ ദൂരത്തിലേക്ക്, കയ്യെത്താ ദൂരത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അതല്ലേ നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ നടക്കുന്നത്. അപ്പോ അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. വി ഹാവ് ടു ഡെക്കറേറ്റ് അവർ ഫീലിംഗ്. എല്ലാവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, സ്നേഹിക്കാൻ കാരണങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ സ്നേഹിക്കപ്പെടാനും കാരണങ്ങൾ ഉണ്ടാക്കണം. മനസ്സിലായോ? ഒന്ന് ശ്രമിച്ചു നോക്കിയ നല്ല രസകരമായ പരിപാടി. അപ്പോ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആയി എല്ലാവരും സ്നേഹിക്കപ്പെടുന്നത്. അൺകണ്ടീഷണൽ ലവ്, ആരോടും ഒന്നും ആഗ്രഹിക്കാത്ത സ്നേഹം കൊടുക്കുക. അപ്പോൾ കൗൺസിലിംഗ് എന്നൊരു നല്ല ക്ലയന്റ് എന്ന നല്ലൊരു കൗൺസിലർ എന്ന ക്വാളിറ്റി നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വന്നു. നല്ല പരിപാടിയത്. ഇന്നു മുതൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, ഇന്നു മുതൽ അങ്ങനെയൊക്കെ ശ്രമിക്കുക. നല്ല മനുഷ്യരായി മാറുക, നല്ല ചിന്തകൾ കൊണ്ട് നടക്കുക, എല്ലാവരെയും സഹായിക്കാൻ ആവശ്യമായത് വളർത്തിയെടുക്കുക, എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലുക. അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം. നാം മരിക്കുമ്പോൾ നമ്മുടെ ഭൗതിക ശരീരം മാത്രമേ പോകാൻ പാടുള്ളൂ. നമ്മുടെ ഓർമ്മകൾ എന്നും ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നു. അതിനുള്ള വഴി അന്വേഷിക്കണം. കോളേജിൽ പഠിച്ച അവസാനം ഇറങ്ങിയുമ്പോൾ ഞാൻ കോളേജിന്റെ ടീച്ചറുടെ സമ്മതപ്രകാരം എൻ്റെ കോളേജിന്റെ വാതിലിന്മേൽ ഞാനൊരു കവിത എഴുതി. കവിതയല്ല, 2-3 വാക്ക് ചില എൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പൊ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹൃദയം ഞാനിവിടെ മനഃപൂർവ്വം മറന്നു വെക്കുകയാണ്. ഓർമ്മകളെ താലോലിച്ച് സൗഹൃദങ്ങളെ വാരിപ്പുണർന്നു എന്നും അതിവിടെ തന്നെ കാണും. മറവി കൊണ്ട് അതിനാരും മുറിവേൽപ്പിക്കരുത്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം നമ്മൾ അവിടെ ആയിരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നിവൃത്തിയില്ലാതെ ഇറങ്ങിപ്പോരല്ലേ. അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി കൂടുതൽ പറയുന്നില്ല. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരം